ആദ്യമായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനി ലിജു, എൻ്റെ സ്ഥലം കണ്ണൂരാണ്. എൻ്റെ ഹസ്ബൻഡ് ലിജു, മകൾ അലിഷ ലിജു. 2024 ജൂലൈ 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യം പറയലാണ്. ആദ്യത്തെ സാക്ഷ്യം കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതേ മാർച്ചിലും എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ മാർച്ചിൽ എനിക്ക് PCOD അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടമ്പടി ധ്യാനത്തിലൂടെ സൗഖ്യപ്പെട്ട കാര്യമായിരുന്നു സാക്ഷ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അമ്മ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നു. ഇനി എനിക്ക് ജൂലൈയിൽ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 2ാമതൊരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജൂലൈ ആയപ്പോഴേക്കും ഞാൻ 2ാമതൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റായി. പക്ഷേ എപ്പോഴും നമ്മുടെ ഹിതമല്ലല്ലോ, ദൈവഹിതമല്ലേ നിറവേറേണ്ടത്. എപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വാശിയൊന്നുമല്ല, നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മളിൽ എപ്പോഴും നിറവേറേണ്ടത്. 5ാം മാസം ആയപ്പോഴേക്കും നോർമൽ ഡെലിവറിയിൽ കുഞ്ഞ് ജനിച്ചു. പക്ഷേ ആ കുഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ സാക്ഷ്യമായിട്ട് പറയുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്തു. എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് യൂട്രസിൽ മിനിമൽ പ്രൊഡക്ട്സ് ബാക്കിയുണ്ട്, അത് ഫുള്ളായിട്ട് റിമൂവായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. അങ്ങനെ ഡോക്ടർ എനിക്ക് DNC സജസ്റ്റ് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ DNCക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ കാര്യം, ദൈവം ഒരുക്കിയ ഡോക്ടറുടെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഡോക്ടറിൻ്റെ മകൾക്ക് ഒരു കാര്യം വന്ന് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ആ ഡോക്ടർ എന്നെ നോക്കിയത്. ദൈവത്തിൻ്റെ വലിയൊരു അമ്മ മാതാവ് ഒരുക്കിയതാണ് ആ ഡോക്ടറെ എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടറുടെ മകളെ എങ്ങനെയാണോ കയറുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് BP അസുഖമൊന്നുമില്ല, പക്ഷേ ടെൻഷൻ അടിച്ച് BP ഒക്കെ കൂടുന്ന അങ്ങനെയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആ ഡോക്ടർ ഒരുപാട് എന്നെ നന്നായിട്ട് കെയർ ചെയ്തു. അങ്ങനെ DNCക്ക് വേണ്ടിയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് BP കുറയുന്നില്ല. എന്നെ ഡെലിവറി വാർഡിൽ കിടത്തിയിരിക്കുകയാണ്, BP കുറയുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ BP കുറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് DNC ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് BP അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷൻ കാരണം BP കുറയുന്നില്ല. കുറേ നേരം അവർ ചെക്ക് ചെയ്തു. അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ BP ഇപ്പോൾ കുറഞ്ഞാൽ ദൈവമഹത്വം, ദൈവത്തെക്കുറിച്ച് ഞാനിവിടെ പറയും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേഴ്സ് വന്നിട്ട് BP നോക്കുന്ന സമയത്ത് എൻ്റെ BP നന്നായിട്ട് നോർമലായി. ആ സമയം ആ നേഴ്സിൻ്റെ അടുത്ത് എനിക്ക് മുമ്പ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപാസനത്തെക്കുറിച്ചും ആ ഡെലിവറി വാർഡിൽ ആ ഒരു വേദനയുള്ള സമയത്ത് പോലും എനിക്ക് സംസാരിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ എന്നെ പിറ്റേ ദിവസം DNCക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. DNC ഒക്കെ കഴിഞ്ഞു. ദൈവകൃപയാൽ DNC ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒബ്സർവേഷൻ റൂമിൽ എന്നെ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ പോകാം, ജസ്റ്റ് അവരുടെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മിനിമൽ പ്രൊഡക്റ്റ് പോയിട്ടില്ല, അത് യൂട്രസിൽ ഇപ്പോഴും ഉണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നത്. ഒന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടൊരു സങ്കടമുണ്ട്. 7 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു DNC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് ടെൻഷനുള്ള ആളാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ഔട്ടായി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഭയങ്കര ടെൻഷനായി. മിനിമൽ പ്രൊഡക്ട്സ് ഇതുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാനൊരു അക്രൈസ്യതയാണ്, എനിക്ക് വചനങ്ങളൊന്നും നന്നായിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഒരു ശക്തമായ വചനം വന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം. ആ വചനം എൻ്റെ മനസ്സിലിങ്ങനെ ശക്തമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞങ്ങൾ DNC കഴിഞ്ഞ് വന്ന സമയമാണത്, സ്കാനിങ് കഴിഞ്ഞ് വന്ന സമയമാണത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ DNC കഴിഞ്ഞതേ ഉള്ളൂ, അപ്പം ഒറ്റയ്ക്ക് ടോയ്ലറ്റ് വിടില്ല. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ടോയ്ലറ്റിൽ പോയി. അവിടെ പോയി ഞാൻ കഥക് കുറ്റിയിട്ട് ഞാനവിടെ മുട്ടിമേ നിന്ന് ബാത്റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനിയൊന്നും സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇത് എന്നിൽ നിന്ന് എടുത്ത് നീക്കണം, എനിക്കിന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ എന്നെ വീണ്ടും ഒരു സ്ഥലത്തേക്ക് സ്കാനിങ്ങിന് വേണ്ടി വിട്ടു.
ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലർത്തി കുടിച്ചു. നമുക്ക് സ്കാനിങ്ങിന് മുമ്പ് വെള്ളം കുടിക്കണം, അതിൽ ഉടമ്പടി ഉപ്പിട്ട് കുടിച്ചു. അതുപോലെ സ്കാനിങ് സെൻറ്ററിലും ഉപ്പിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വീട്ടിൽ പോകണം, ഇതെന്നിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്കാൻ കഴിഞ്ഞു. റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ മിനിമൽ പ്രോഡക്റ്റ് ഇല്ല, യൂട്രസ് കംപ്ലീറ്റ് ക്ലീൻ ആണ് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ദൈവം എന്നിൽ പ്രവർത്തിച്ചത്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം മറന്നുപോയി. അപ്പം അനസ്തേഷ്യ ഡോക്ടർ ചോദിച്ചിരുന്നു നമ്മളോട്, നിങ്ങൾക്ക് എന്താണ് വാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം ഞാനില്ലയെന്ന് പറഞ്ഞു, മറന്നുപോയിട്ട്. അപ്പോൾ DNC കഴിഞ്ഞ് എന്നെ കിടത്തിയതിന് ശേഷം എൻ്റെ കാലൊക്കെ ഇങ്ങനെ മരവിക്കുവാനും ഞാൻ കാല് മുതൽ മേളിലേക്ക് ഇങ്ങനെ തളർന്നു പോകാനും ഒക്കെ ഇങ്ങനെ എനിക്ക് തുടങ്ങി. എനിക്ക് സത്യമായിട്ട് തീരെ വയ്യാതായി, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കായി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക്, നിനക്ക് വാദം ഉണ്ടായിരുന്നല്ലോ, നീ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മനസ്സിൽ എനിക്കൊരു തോന്നൽ വരുന്നത്. അപ്പോഴേക്കും എനിക്ക് നാക്കൊക്കെ തരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നേഴ്സോട് പറഞ്ഞു എൻ്റെ അമ്മയൊന്ന് വിളിക്കും, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വെള്ളമല്ല വേണ്ടത്, ഉടമ്പടി തൈലം എങ്ങനെയും ഒന്ന് കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. അമ്മ കൊണ്ടുതന്ന് എൻ്റെ കാലിലൊക്കെ തൂത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ തരിപ്പ് കുറഞ്ഞില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചു. വീണ്ടും എണ്ണ തൂത്ത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, കാരണം അത്രയും നാക്കൊക്കെ കുഴഞ്ഞ് ഒരു രൂപത്തിലായി. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് കുഞ്ഞൊരു മോളാണുള്ളത്, ഈ സമയത്ത് അവൾക്ക് അമ്മ എത്രത്തോളം പ്രിയപ്പെട്ടാന്ന് അവൾക്ക് അറിയാം, എന്നെ നീ കാത്തോളണം, എൻ്റെ മോൾക്ക് എന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം സുഖമായി. എനിക്ക് എൻ്റെ ആ ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ നോർമലായി. എനിക്ക് നോർമൽ ഇതിലേക്ക് വന്നു. അതുപോലെ തന്നെ ഞാൻ DNC കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുകയല്ല, ശരിക്കും ഇങ്ങനെ കാണുകയാണ് ഒരു പഴയ ഒരു കതക്. ആ കതകിൽ മുൾക്കിരീടം ചൂടിയ ഒരു ഈശോയുടെ ഒരു രൂപം, മുൾക്കിരീടം ചൂടി ഇങ്ങനെ ചോര വാർന്ന ഒരു ഈശോയുടെ രൂപം. ആ ഈശോയുടെ ഈ സൈഡിൽ കൂടെ ഒരു കട്ട ബ്ലഡ് കട്ട ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കത് മനസ്സിലായില്ല അതെന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ഈശോ എൻ്റെ ഉള്ളിലുള്ള മിനിമൽ പ്രൊഡക്ട്സ് അത് എടുത്തു കളഞ്ഞതാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായത്. അതേപോലെ തന്നെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്നെ ശക്തമാക്കുവാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് തിരിയിൽ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് നാളായിട്ട് ശമ്പളം മുടങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ 1 മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാസത്തേക്ക് ശമ്പളമില്ല, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ശമ്പളമില്ല. അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു. നമുക്ക് ലോണ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മോളുടെ വിദ്യാഭ്യാസം, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ശമ്പളമില്ലാതെ ഒരാളുടെ വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, കമ്പനിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ശമ്പളത്തിൽ ഒരു തടസ്സവും വന്നിട്ടില്ല. അതുമാത്രമല്ല, ആ കമ്പനി നല്ലൊരു ടേൺ ഓവറിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്. മൂന്നാമത് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു വാഹനം കിട്ടിയതാണ്. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു പഴയ വാഹനമുണ്ട്. പക്ഷെ അത് 2 റിന്യൂവലൊക്കെ കഴിഞ്ഞ് ഏകദേശം അത് കൊടുത്താൽ ഒരു 20,000 രൂപ പോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് തൂക്കി കൊടുക്കേണ്ടി വരും അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ വണ്ടിക്കാണ് പോകുന്നത്. എന്തെങ്കിലും അത്യാവശ്യം, വീട്ടിലൊന്നും ആരുമില്ല, അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ഇവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി വണ്ടി വേണമെന്ന് ആഗ്രഹിച്ച് അവർ കീ ചെയിൻ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. അപ്പം ഞാനും ഇവിടെ വന്ന് ഈ ഒരു കീ ചെയിൻ ഇവിടെ നിന്ന് വാങ്ങി. കഴിഞ്ഞ നമ്മുടെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ കീ ചെയിൻ മേടിച്ചത്. അപ്പോൾ ഈ കീ ചെയിൻ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ വെച്ചു. അപ്പോൾ എനിക്കും എന്തായാലും ഒരു വണ്ടി തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഫേസ്ബുക്കിലൊരു പരസ്യം കാണുന്നത്. ഒരു വണ്ടി, ഒരു 4 ലക്ഷം രൂപയുടെ ഒരു വണ്ടി, പുതിയ വണ്ടി. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചുമ്മാ ഇത് ഷോറൂമിൽ പോയി നോക്കാമോ എന്ന് ചോദിച്ചു. ഈ നോക്കാമെന്ന് പറയുക, ഞങ്ങൾക്ക് ഓൾറെഡി ലോണും കാര്യങ്ങളും കടവും എല്ലാം ഉണ്ട്, 1 രൂപ കയ്യിൽ എടുക്കാനില്ല, വണ്ടി എടുക്കാനുള്ളൊരു നിവൃത്തി നമുക്കില്ല, സ്വർണ്ണം എല്ലാം പണയത്തിലാണ്. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ പോയി എടുക്കാനാണ് വണ്ടി, കാരണം കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഷോറൂമിൽ പോയിട്ട് വണ്ടിയൊക്കെ നോക്കി വന്നു.
വണ്ടിയൊക്കെ നോക്കി വന്നു. വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ ടാറ്റയുടെ ഒരു ടിയാഗോ വണ്ടിയായിരുന്നു, ഒരു വൈറ്റ് കളർ. അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വന്നു. അതിനുശേഷം ഈ വണ്ടിയുടെ പ്രോസസ്സിങ് നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇതെന്താ മാതാവേ, എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് എന്താ മാതാവേ, ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു. അപ്പോഴാണ് ഹസ്ബൻഡ് ഒന്ന് വൈകുന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞത്, എടി പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എല്ലാ വിലയും കൂടെ താങ്ങത്തില്ല, അപ്പം നീ നമുക്കൊരു പഴയ വണ്ടി നോക്കിയാലോ, ഒരു 3 വർഷം പഴക്കമുള്ള ഒരു വണ്ടി നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്കങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. തലേദിവസം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ 5:30 പ്രാർത്ഥന കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലിങ്ങനെ വരുവാണ്, നീ ആ മൊബൈൽ എടുത്തിട്ട് OLX എടുത്തിട്ട് അതിൽ ടാറ്റ അടിച്ചിട്ട് അതിൽ ടിയാഗോ എന്നുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പോയിട്ട് OLX ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കിയപ്പം 4 ലക്ഷം രൂപയ്ക്ക് ഇതേ ടിയാഗോ വണ്ടി അവിടെ കിടക്കാണ്, റെഡ് കളറ്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ മാതാവ് ആദ്യം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടി ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്, ഇതാണ് നിങ്ങൾ എടുക്കേണ്ട വണ്ടി എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ, അപ്പോൾ ഞങ്ങൾ 4 ലക്ഷം രൂപ എങ്ങനെയായിട്ടാണ് ഒപ്പിക്കുക? അപ്പോൾ ഞങ്ങൾ നമ്മൾ പഴയ വണ്ടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് PF, പിന്നെ ഒരു LIC അതൊക്കെ വെച്ചിട്ട് നമുക്ക് കടവില്ല, കാരണം ഓൾറെഡി കടമുണ്ട്, ഇനി ഒരു കടം വരുത്തി വെക്കാൻ പറ്റത്തില്ല, എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ 4 ലക്ഷമൊക്കെ കുറച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു അധിക ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 375-ന് നിങ്ങൾ ആ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഒരു വിലയും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ വണ്ടി 47,000 രൂപയ്ക്ക്, അത് 2 റിന്യൂവൽ കഴിഞ്ഞ് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട്, അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമുക്കനുസരിച്ച് ഒരു കടവോ കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ, അതും ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട് വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടി ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട്, നല്ല പുതിയ വണ്ടി എന്ന് തന്നെ പറയാം. അവരധികം ഓടിച്ചിട്ടില്ല. അത് അയാളൊരു പട്ടാളക്കാരനായിരുന്നു, ഈ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല അയാൾ. അപ്പം അങ്ങനെ ഒരു പുതിയ വണ്ടി, ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ താക്കോല്, ഞാൻ മേടിച്ച കീ ചെയിൻ. ഇത് ഞങ്ങളെ വണ്ടി കൊണ്ടുവരാൻ പറ്റിയില്ല, താക്കോൽ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. വണ്ടിയുടെ പേരിനൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, അമ്മ ഞങ്ങൾക്ക് വണ്ടി തന്നാൽ ഞങ്ങൾ കൃപാവരം എന്ന് വണ്ടിക്ക് പേരിടാം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് കൃപാവരം സിമ്പിൾ സ്പെല്ലിംഗ് ആണ്, പക്ഷെ എന്നാൽ എൻ്റെ മനസ്സിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൃപാവരം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൃപാവരം എന്ന് മലയാളത്തിൽ എഴുതിയപ്പോൾ അത് ഇംഗ്ലീഷിൽ ഗ്രേസ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അമ്മ ആഗ്രഹിക്കുന്ന പേര് ഗ്രേസ് എന്നാണ്. അതായത് നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ഗ്രേസിലാണ് അത് പ്രവർത്തിച്ചത്. കാരണം നമ്മുടെ ഒരു മെറിറ്റിലുമല്ല വണ്ടി കിട്ടിയത്, അത് ഫുൾ ഓപ്ഷൻസ് ആയിട്ട് ആ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ലേ, പൈസയുടെ ബുദ്ധിമുട്ടെല്ലാം കൊണ്ടു ഞങ്ങളുടെ ഒരു മെറിറ്റിലുമല്ല അത് കിട്ടിയത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഞങ്ങൾ അമ്മയുടെ ഇഷ്ടപ്രകാരം ഗ്രേസ് എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം, ഞങ്ങളുടെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്, പക്ഷേ ഞങ്ങൾ ഹസ്ബൻഡ് വർക്കിംഗ് ആയതുകൊണ്ട് 8-9 വർഷമായിട്ട് കാസർഗോഡാണ്. അവിടുന്ന് കണ്ണൂർ, പയ്യന്നൂർ, വേറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പത്രം 3 പേരും ഒരുമിച്ച് ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനം, അതുപോലെ തന്നെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ്, പിന്നെ നമ്മുടെ സാക്ഷ്യം, എല്ലാം ബൈബിൾ വായന, എല്ലാം ഇതുവരെ ഉടമ്പടി എടുത്ത് ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. അതെന്ത് സാഹചര്യങ്ങളാണെങ്കിൽ പോലും, ഈ ട്രാവലിങ്ങിലാണെങ്കിൽ പോലും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പ്രാർത്ഥിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 പേരെ കൊണ്ട് എനിക്ക് ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക്, എനിക്ക് അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ദൈവത്തെക്കുറിച്ച് പറയും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു.